തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏത് സ്ഥാനാർത്ഥി ജയിച്ചു ഏത് സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ള കൗണ്ടിങ്ങിന്റെ ടൈമാണല്ലേ. എന്തായാലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും നമ്മുടെ പാലക്കാട്ട് കരുത്തയായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ ശോഭ ചേച്ചി വിജയിച്ചു എന്നുള്ള വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സകല ഓൺലൈൻ മാധ്യമങ്ങളിനകത്തും വന്നിട്ടുള്ള വാർത്തകൾ സുരേഷ് ഗോപി 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും, അത് കൃത്യമായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുപോലത്തെ പ്രവൃത്തികളാണല്ലോ ഈ ഇലക്ഷന്റെ തലേ ദിവസം നമ്മുടെ ശോഭ മാഡം ആ പ്രദേശത്ത് കാഴ്ചവെച്ചത്. കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. 2-3 സീറ്റുകൾ കേരളത്തിൽ നിന്ന് എങ്ങനെയും വിജയിപ്പിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിന്നൊരു പുതിയ ഒരു സാധനത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജെറുസലേം അമ്മായി ഉണ്ടല്ലോ, അമ്മായിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം തേടി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജെറുസലേമിൽ നിന്നും അഖില എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം സംഗിണി മോള് നമ്മുടെ ശോഭ ചേച്ചിയെ തൊട്ടപ്പോൾ ലവക്കങ്ങ് പൊള്ളി. നമ്മുടെ കുണുവാവയുടെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. സ്ത്രീകൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നത് GCC കൺട്രിയിലാണ്. പക്ഷേ ഇസ്രായേലിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണെങ്കിലും അവിടെ മാന്യമായി ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലുള്ള പേട്ട് സാധനങ്ങൾ. നമ്മുടെ ജെറുസലേം അമ്മായി ഉണ്ടല്ലോ, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കമ്പിത്തിരി കച്ചവടം നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഒരു പൂത്തിരിയെങ്കിലും കത്തിക്കാൻ ആരെങ്കിലും വേണ്ടടേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുണുകുണു വാവേട ഈ കൊണയടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യം ഇപ്പൊ ചേച്ചി കാണിച്ചിട്ടുള്ള ഈ തോന്നിയാസത്തിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് ഇലക്ഷന് പോകാൻ കാത്തിരിക്കുന്ന, പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോയി കാത്തിരിക്കുന്ന ആളുകളോട് പറയുന്ന ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. നാളെ ഇലക്ഷൻ ആണല്ലേ. നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ ഏത് സ്ഥാനാർത്ഥിക്ക് നൽകണം, അടുത്ത 5 വർഷം നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ ഇനി ഒരൊറ്റ ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും യോജിച്ച അർഹനായ വ്യക്തിക്ക് തന്നെ നിങ്ങൾ വോട്ട് കൊടുക്കുമെന്ന് എനിക്കറിയാം. അത് വളരെയേറെ ചിന്തിച്ചിട്ട് തന്നെ കൊടുക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ കാൻഡിഡേറ്റ്സിനും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി വിജയിപ്പിക്കേണ്ടതുണ്ട്. വിജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മാറാത്തത് മാറും. ഒരൊറ്റ തവണ നിങ്ങളൊന്ന് മാറി ചിന്തിച്ചു നോക്ക്, അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടയിൽ ഇത്രയേറെ സ്വീകാര്യത വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റുള്ള പാർട്ടികളൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിൽ കണ്ടുകൊണ്ട് തന്നെ അവഗണിക്കുക നമ്മൾ പറയില്ല, അതുപോലെ അവഗണിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത പലതരം പാർട്ടികൾ നമ്മുടെ ഇന്നുണ്ട് നമുക്ക്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണം, നാരീ ശക്തി മുൻ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ച, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എത്ര അഭിമാനത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഓരോ സ്ത്രീയും എത്ര അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണല്ലേ നാരീശക്തി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ഓരോ സമ്മതിദായകരും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ശ്രീമാൻ സന്ദീപ് വചസ്പതിക്ക് നൽകി വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു പദ്ധതിയുണ്ട്, PMFM എന്ന് പറഞ്ഞിട്ട് പദ്ധതി. അതായത് ഗ്രാമങ്ങളിലെ കുടിൽ വ്യവസായം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരണം ചെയ്തിരിക്കുന്നത്. ശ്രീമാൻ സന്ദീപ് വചസ്പതിയെ അവിടെ വിജയിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം അദ്ദേഹം പറയുകയുണ്ടായി. അത് കറക്റ്റാട്ടാ, മാറാത്തത് മാറുമെന്നല്ല, നാറാത്തത് നാറും. സാധാരണ യവറ്റകൾ അടുത്ത് വരുമ്പോഴാണ് ചാണകം നാറുന്നത്. ഇനി ഭരണം കൊടുത്തു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ നാറിപ്പോകും. എന്തായാലും ജെറുസലേമിൽ നിന്നും നമ്മുടെ സംഗിണി പുത്രി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടയിൽ ഇത്രയേറെ സ്വീകാര്യത വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റുള്ള പാർട്ടികളൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിൽ കണ്ടുകൊണ്ട് തന്നെ അവഗണിക്കുക നമ്മൾ പറയില്ല, അതുപോലെ അവഗണിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത പലതരം പാർട്ടികൾ നമ്മുടെ ഇന്നുണ്ട് നമുക്ക്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണം, നാരീ ശക്തി മുൻ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ച, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എത്ര അഭിമാനത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഓരോ സ്ത്രീയും എത്ര അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണല്ലേ നാരീശക്തി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീ ശാക്തീകരണം, എനിക്ക് രോമാഞ്ചം കൊള്ളുന്നു കേട്ടോ. രോമൊക്കെ എഴുന്നേക്കുന്നു കുഞ്ഞിന്റെ വർത്താനമൊക്കെ കേട്ടിട്ട്. ഇനിയാണ് കുഞ്ഞിന്റെ ശരിക്കുമുള്ള കുരുപൊട്ടൽ കാണേണ്ടത്.
നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് എന്ത് നാറിത്തരവും കാണിക്കാമെന്ന് വീണ്ടും നാട്ടിലെ മാധ്യമങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസുകാരുടെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ പൈസ കൊടുത്തിട്ട് ഒരു സാധുവായ അമ്മയുടെ അരികിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വെച്ചിട്ട് അവർ വീഡിയോ എടുക്കുന്നു. പല എഡിറ്റഡ് ഭാഗമായിട്ടാണ് ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സാധുവായ ഒരു അമ്മയ്ക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. എന്ത് വിരോധാഭാസമാണല്ലേ ഈ മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്നത്. കോൺഗ്രസിന് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു. കാരണം അടുത്ത ഇലക്ഷന് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവിടെ വിജയിക്കാൻ സാധ്യത 100%. ആ 100% വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാവുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് വളർന്നിരിക്കുന്ന ശോഭ സുരേന്ദ്രനെ എന്ത് നാറിത്തരവും കാണിച്ചിട്ട് വിജയിപ്പിക്കാതിരിക്കാനുള്ള കോൺഗ്രസുകാരുടെ വ്യക്തമായ പ്ലാനിങ്ങിന് ഇരയായിരിക്കുകയാണെന്ന് ശോഭാജി. ഇന്ന് അതിനെതിരെ നമ്മൾ എല്ലാവരും ശക്തമായി മുന്നിട്ടിറങ്ങണം. പ്രതികരിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. ഒരു സ്ത്രീയാണ് പബ്ലിക്കായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഒരെലക്ഷൻ ആവുമ്പോൾ ജയവും തോൽവിയും അവിടെ സ്വാഭാവികമാണ്. ജയമായാലും പരാജയമായാലും അതിന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ ഓരോ വ്യക്തിയും ഓരോ പാർട്ടിയും തയ്യാറായിരിക്കണം. ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇത്രയും നെറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിച്ച കോൺഗ്രസുകാരെ ജീവിതത്തിന്റെ ഒരു അറ്റത്തു നിന്നും മൂലത്തു നിന്നും തുടച്ചു നീക്കേണ്ടത് ഓരോ മലയാളികളും പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമാണ്. ഇനി UDF നമ്മളെ ഭരിക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. ഈ ഒരു സമയത്ത് ശ്രീമതി ശോഭ സുരേന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിപ്പിക്കണമെന്നത് താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ആവശ്യമാണ്. ഭരത് മാതാ കി ജയ്. പൊളിച്ചു കേട്ടാ, മോള് വേറെ ലെവലാണ് കേട്ടാ. അപ്പൊ ജിഹാദികളുടെ പണം വാങ്ങിച്ചിട്ട് കോൺഗ്രസ്സുകാര് നമ്മുടെ പാലക്കാട്ടെ ശോഭ ചേച്ചി, അതും മുഖ്യമന്ത്രിയാകാനുള്ള കഴിവും പവറുമുള്ള ചേച്ചീനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയെന്നാണ് ജെറുസലേമിൽ നിന്നുകൊണ്ട് ലെവല് കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നീ ഈ നാട്ടിലെങ്ങാനോ വരുന്നുണ്ടല്ലോ, വേറെ ലെവലിൽ പോയാനായിരുന്നു കേട്ടോ. ഒരു ശോഭ ചേച്ചി എങ്ങാനും ഇനി മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ നീ ശോഭ ചേച്ചിയുടെ PA ആയിട്ടെങ്കിലും വന്നേനായിരുന്നു. കാരണം ഇങ്ങനെ അവിടെ കിടന്ന് ഞരമ്പൂട്ടി കീറുന്ന ഈ കുഞ്ഞി പെങ്ങളുടെ ഈ ഒരു അഭ്യർത്ഥന നിങ്ങളൊന്ന് കേൾക്കണേ. കോൺഗ്രസ് മുക്ത കേരളം അതാണ് വേണ്ടത് കേട്ടോ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിന് ശാപമാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ കോൺഗ്രസ് മുക്ത കേരളം എന്നാണ് ഇപ്പൊ ഇവരുടെ വെല്ലുവിളി. എന്തായാലും നമ്മുടെ കുണുകുണുവാവയുണ്ടല്ലോ, നമ്മുടെ ചേച്ചിയെക്കാട്ടി വെല്ലും കേട്ടാ. ചേച്ചി എനിക്കൊന്ന് ഇതിനെക്കാട്ടില് കുറച്ചുകൂടെ ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോസ് ഉണ്ട്, അത് നമുക്ക് പോകെ നമുക്ക് കാണാം. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ നല്ലവരായിട്ടുള്ള വോട്ടർമാരെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഈ യുദ്ധത്തിൽപ്പെട്ട് എല്ലാം ത്യജിച്ച് ബങ്കറിനകത്ത് ഇത്രയും ദിവസം കുത്തിയിരുന്ന് ഏമ്പക്കവും വിട്ട് ഏറും വിട്ട് ഈ കുഞ്ഞു പെങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഉണ്ടല്ലോ, അത് മഹാപാപമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇറാന്റെ ഔദാര്യം കൊണ്ട് അവിടുത്തെ അടി നിർത്തിയതോടുകൂടി ലെവറ്റുകളൊക്കെ വീണ്ടും മാളത്തിൽ നിന്ന് പുറത്തോട്ട് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ദിവസം ബങ്കറിനകത്ത് തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടി ഇത് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് കീഴ്വായു വിടുന്നത്. എന്തായാലും ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.